السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, നാട്ടുകാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാകും. കർബലയിൽ, ബദ്രിൽ നോക്കിയാൽ, ഉഹുദിലും ഖന്തക്കിലും ഖൈബറിലും ഒക്കെ നോക്കിയാൽ മുസ്ലിമീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇടയിൽ നടന്ന യുദ്ധമാണ്. പക്ഷേ രണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ടോ എങ്കിൽ അത് ഒരേ ഒരു യുദ്ധമാണ്. അതാണ് കർബല. കഥനങ്ങൾ തീരാത്ത, കണ്ണുനീർ മായാത്ത കഥയൊന്ന് വിവരിക്കട്ടെ. കർബല കഥയൊന്ന് വിവരിക്കട്ടെ. ഇസ്ലാമിൻ ഇരുളിനുള്ളിൽ കരിമുകിൽ വീടിയ ഇതിഹാസം ഓതിടട്ടെ. കർബല ഇശലായി കോർത്തിടട്ടെ. അതെ, ലോകത്ത് പടക്കാൻ കാരണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം, അത് ഞാനിപ്പോ പറയാൻ പോകുന്നില്ല. അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ ഒരു ദിവസം കൂഫയുടെ കത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ലഭിക്കുകയാണ്. ആ കത്ത് കണ്ടിട്ട് കരഞ്ഞുപോയി പ്രിയപ്പെട്ട ഹുസൈൻ. അപ്പോൾ അപ്പുറത്തിരിക്കുമ്പോൾ മുസ്ലിം ചോദിച്ചു, എന്തിനാണ് ഹുസൈനെ കരയുന്നത്? ആരാണ് ഈ മുസ്ലിം? അലി റളിയല്ലാഹുവിന്റെ സഹോദരനായ അഖീഖിന്റെ മകനാണ് മുസ്ലിം, അബീ ത്വാലിബിന്റെ പേരക്കുട്ടി. ആ മുസ്ലിം ചോദിച്ചു, കൂഫാന്റെ കത്ത് ഓതി കരയാണോ? ഇതുപോലെ കുറെ കത്തുകൾ അവർ എഴുതിയിട്ടില്ലേ? അവരെ കത്ത് കണ്ടിട്ട് നിങ്ങൾ കരയാൻ നിൽക്കണ്ട, അവർ വഞ്ചകരാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുന്ന നാടല്ലേ കൂഫ. അതുകൊണ്ട് നിങ്ങൾ കൂഫയിലേക്ക് പോവരുത്. ആ കത്തിലുണ്ടായിരുന്നത്, ഇമാം ഹുസൈൻ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഒന്നിനും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾ കൂഫയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എതിരായി ഞങ്ങൾ പരാതി പറയുമെന്നുണ്ടായിരുന്നു. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഈ പ്രാവശ്യം പോയിട്ടേ പറ്റൂ. അപ്പോഴാണ് മുസ്ലിം ചോദിക്കുന്നത്, ഞാനങ്ങ് പോയാലോ? ആദരത്താലോദാം ഹുസൈനാലിയാരോരേ, അനുമതി തന്നാൽ ഞാനും നിങ്ങളെ പകരമായി ഞാൻ കൂഫയിലേറെ. ആദരത്താലോദാം ഹുസൈനാലിയാരോരേ, അനുമതി തന്നാൽ ഞാനും ചെന്നിടാൻ കൂഫയിലേറെ. ക്രൂരൻ യസീദും അനുമാ ചെയ്തിടലാരെ, കൂഫയിൽ പോകും നിന്നിൽ കഥകൾ വന്നൂടെ. ക്രൂരൻ യസീദും അനുമാ ചെയ്തിടലാരെ, കൂഫയിൽ പോകും നിന്നിൽ കഥകൾ വന്നൂടെ. അതിനാൽ നിങ്ങൾ പോണ്ട, ഞാൻ പോയി വിവരം നൽകാം. ആദർശത്തിനായി മനം പിന്നീടുന്നത് വേണ്ട. ആദരത്താലോദാം ഹുസൈനാലിയാരോരേ, അനുമതി തന്നാൽ ഞാനും ചെന്നിടാൻ കൂഫയിലേറെ. നിങ്ങൾ കൂഫയിലേക്ക് പോവണ്ട, നിങ്ങളെ പകരമായിട്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് ഭാര്യ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഞാൻ കൂഫയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോ 2 8 വയസ്സുള്ളവനും 11 വയസ്സുള്ള 2 കൊച്ചു മക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉപ്പ, നിങ്ങളോട് ഞങ്ങളും കൂഫയിലേക്ക് വരാം. ഉപ്പ പറഞ്ഞു, നിങ്ങൾ വരരുത്, ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരണ്ട. മൂത്ത മകൻ ഇബ്രാഹിമും ചെറിയവൻ മുഹമ്മദും കരഞ്ഞപ്പോ മുസ്ലിം ബിൻ അഖീ റളിയല്ലാഹു അൻഹു ആ 2 മക്കളെ കൂടിയോണ്ട് കൂഫയിലേക്ക് പോയി. കൂഫയിലേക്ക് പോയപ്പോ ഹാനി റളിയല്ലാഹു അൻഹു വീട്ടിലായിരുന്നു താമസം. അവർ നല്ലതുപോലെ സ്വീകരിച്ചു. അവർ പ്രതീക്ഷിച്ചത് ഹുസൈൻ വരുമെന്നാണ്. പക്ഷേ ഇവിടെ വന്നത് മുസ്ലിമാണ്.
ഹുസൈൻ വന്നിട്ടില്ല. മുസ്ലിമിനെ അവർ നല്ലതുപോലെ പെരുമാറിച്ചു. പക്ഷേ അതിൽ നിന്നിട്ട് ഒരു ഭാഗം ആൾക്കാർ നേരെ ഡമസ്കസിലേക്ക് പോയിട്ട് യസീദ് ഇബ്നു മുആവിയ ഡമസ്കസിന്റെ ഗവർണറാണ്. അയാളോട് പോയിട്ട് പറഞ്ഞു, യസീദേ കേൾക്കാണേ രാജൻ കേൾക്കാണേ, ഒരു കൂട്ടത്തെയും ഉയർത്താനേ. മുസ്ലിം വന്ന് ശൈത്താനായി പിന്നെ സുൽത്താനായി മാറുമോർത്താനേ. കേൾക്കാണേ രാജൻ കേൾക്കാണേ, ഒരു കൂട്ടത്തെയും ഉയർത്താനേ. മുസ്ലിം വന്നു ശൈത്താനായി പിന്നെ സുൽത്താനായി വരുമോർത്താനേ. ചുമ്മാണേ അവർ ചുമ്മാണേ, മനം മുന്നിൽ വന്നു തുറന്നാണേ. വലുതാണ് കഥ വലുതാണ്, സുഖമില്ലാതെ അരുളിന്നാണ്. മക്കത്തെ മുസ്ലിം കൂഫയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളെ ഭരണം തകർക്കാൻ പോവാണ്. അതുകൊണ്ട് ആ മുസ്ലിമിനെ കൊല്ലണം. ആരാ പറയുന്നത്? മുസ്ലിമീങ്ങളാണ്. മുസ്ലിമിനെ കൊല്ലണമെന്ന് പറഞ്ഞു കൂഫക്കാർ. യസീദ് പറഞ്ഞു, നിങ്ങൾ ബസറയിലേക്ക് പോകണം. അവിടെ പോയിട്ട് ഉബൈദ് ഇബ്നു സിയാദിനെ വിളിച്ചിട്ട് മുസ്ലിമിനെ തകർക്കാൻ പറയണം എന്ന്. പിറ്റേ ദിവസം മുസ്ലിം കത്തെഴുതി മദീനയിലേക്ക്. കൂഫക്കാരെല്ലാവരും നമ്മുടെ ഭാഗത്താണ്, യാ ഹുസൈൻ നിങ്ങൾ കൂഫയിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് മുസ്ലിം റളിയല്ലാഹു അൻഹു കത്തെഴുതി. പിന്നെയാണ് ഉബൈദ് ഇബ്നു സിയാദ് കൂഫയിലേക്ക് വന്നിട്ട് പിറ്റേ ദിവസം മുസ്ലിം ഇബ്നു അഖീയും ഹാനി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയപ്പോ ജയിലിൽ അടിച്ചിട്ട് അവർ രണ്ടാലെ തല വെട്ടിക്കളഞ്ഞു. ഒരൊറ്റ വെട്ട്, രണ്ടാലെ തലയും താഴെ വീണു. ഈ വിവരം എല്ലാവരും അറിഞ്ഞു. കുഫക്കാർ ആ രണ്ട് മക്കളെ അവിടെ ശരീക്ക് ഇബ്നു ഉവ്വ ഉണ്ടായിരുന്നു. ശരീക്ക് ഇബ്നു ഉവ്വ ആ രണ്ട് പിഞ്ച് പൈതങ്ങളെ തന്റെ അടിമ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു, അവിടെ മക്കൾക്ക് ഒരു ഭാഗം ആൾക്കാർ പോകുന്നുണ്ട്, അവർ കൂടെ ഈ രണ്ട് മക്കളെയും കൊണ്ടുപോയിട്ടാക്കണമെന്ന്. പക്ഷേ അവർ കിട്ടിയിട്ടില്ല. അവസാനമായിട്ട് തുവ എന്നൊരു പെണ്ണിന്റെ വീട്ടിലേക്ക് ആ മക്കളെത്തി. തുവ ചോദിച്ചു, മക്കൾ നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമിന്റെ മക്കളാണ്. ഒന്നും ചോദിച്ചിട്ടില്ല, കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു എനിക്ക് മക്കളെ തന്നിട്ടില്ല, അതുകൊണ്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമ്മ എന്ന് വിളിക്കുവോ? അവർ വിളിച്ചു ഉമ്മ. എന്നിട്ട് ആ തൂവയുടെ ഭർത്താവിനെ തീരെ വിശ്വാസമില്ല. അബ്ദുള്ള എന്നാണ് അവന്റെ പേര്. അവൻ കള്ളിന് വേണ്ടി എന്തും ചെയ്യും, കള്ള് കുടിയാണ്. അങ്ങനെ രാത്രി വീട്ടിലേക്ക് കടന്നു വന്നു ആ വൃത്തികെട്ട അബ്ദുള്ള. വന്നിട്ട് ഉറങ്ങുമ്പോ രണ്ട് കുട്ടികളെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ ചോദിച്ചു, തുവ, ഞങ്ങളുടെ വീട്ടിൽ ഏതോ ഒരു മക്കള് കരയുന്നുണ്ട്. അപ്പ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതായിരിക്കും, അല്ലാഹു ഞങ്ങൾക്ക് മക്കൾ തന്നിട്ടില്ലല്ലോ. അപ്പൊ അബ്ദുള്ള പറഞ്ഞു, ഇല്ലടി, ഞങ്ങളെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ പറഞ്ഞു, അത് യസീദ്, അത് മുസ്ലിം ഇബ്നു അഖീന്റെ മക്കളാണല്ലോ, മക്കളില്ലാത്ത ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ മക്കൾ. അപ്പ അബ്ദുള്ള ചിരിച്ചിട്ട് പറഞ്ഞു, തേടി വന്ന മക്കൾ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ? കാരണം അവിടെ ഉബൈദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ആ രണ്ട് മക്കളെ കൊണ്ടുവന്ന് തന്നാൽ അവർക്ക് ഞാൻ 1000 ദിനാർ കൊടുക്കുമെന്ന് പറഞ്ഞു ആ വൃത്തികെട്ട ഉബൈദ്. എന്നിട്ട് ഈ രണ്ട് മക്കളെ തലയെടുക്കാൻ വേണ്ടി ആ വൃത്തികെട്ട അബ്ദുള്ള അങ്ങ് പോകുമ്പോ സ്വന്തം ഭാര്യയായ തുവ തടഞ്ഞു. ഇവരെ നീ തടയെടുക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ എങ്കിൽ ആദ്യം നിങ്ങളെ കൂടെ കിടന്ന സ്വന്തം ഭാര്യയായ ഞാൻ, എന്റെ തല നിങ്ങൾ വെട്ടേണ്ടി വരും. എന്റെ തല വെട്ടിയാൽ മാത്രമേ ആ കുട്ടികളെ തല കിട്ടൂ. എന്നാൽ
ആ സ്ത്രീ വിട്ടിട്ടില്ല. എന്നിട്ടും ഊരി പിടിച്ച വാലുമായിട്ട് വന്ന ആ വൃത്തികെട്ടവൻ വന്നിട്ട് പറഞ്ഞു, മാര്, നിനക്ക് അവസാനത്തെ ചാൻസ് ഉണ്ട്. അപ്പൊ തൂവ പറഞ്ഞു, ഇപ്പൊ ഞാൻ മാറി നിന്നാൽ നാല് സ്വർഗത്തിന്റെ ക്യൂവിൽ നിന്നിട്ട് നരകത്തിന്റെ ക്യൂവിൽ നിന്ന് എനിക്ക് മാറാൻ വേണ്ടി വരും. അത് എനിക്ക് വേണ്ട. നബി കുടുംബത്തെ സ്നേഹിച്ച സ്വർഗം വേണം എനിക്ക് എന്ന് പറഞ്ഞ് ആ വൃത്തികെട്ട അബ്ദുള്ള അതാ തല പിടിച്ച് ആ തൂവയുടെ ഇങ്ങനെ തിരിക്കുമ്പോ പിഞ്ച് പൈതങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങളാണ് ഞങ്ങളെ ഉമ്മാന്ന് വിളിപ്പിച്ചത്. നിങ്ങളെ ഭർത്താവ് ഞങ്ങളെ കൊല്ലാൻ നോക്കുമ്പോ ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചപ്പോ, മക്കളെ നിങ്ങളെ കാണുമ്പോൾ എൻ കൽവിനുള്ളിൽ പിടിക്കുന്നു, നിങ്ങളെ തകർക്കാൻ ഞാൻ വിടുന്നില്ല. ആദ്യം നിങ്ങളെ തലയെടുക്കണമെങ്കിൽ അവൻ എന്റെ തല എടുക്കണം. മക്കളെ നിങ്ങളെ കാണുമ്പോൾ കൽവിനുള്ളിൽ പിടിക്കുന്നു, എനിക്ക് മക്കളരാമി ദുഷ്ടൻ ചെയ്യും ക്രൂരതയും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലും ഒന്ന് എനിക്കൊന്നും കഴിയില്ല. പൊന്നാര റസൂലിൻ മുന്നിൽ സാക്ഷി പറയല്ല, സാക്ഷി പറയല്ല. അതെ, ഉമ്മ പറഞ്ഞു, ആദ്യം നിങ്ങളെ തലയെടുക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ തവല അവൻ വെട്ടണം. എന്നിട്ട് ആ ഭാര്യ തൂവയുടെ തല കൊണ്ട് ഒരൊറ്റ വെട്ടിട്ട് ഇന്ന് തെനലായി നിൽക്കാൻ ആരുമില്ല എന്ന് കരുതിയപ്പോ ആ രണ്ട് പിഞ്ച് പൈതങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു മരത്തിലേക്ക് കെട്ടിട്ട് മൂത്ത മകൻ ഇബ്രാഹിമിനെ ആടറക്കണമെന്ന ആഗമത്തോടെ തല ഇങ്ങനെ ഉയർത്തി പിടിച്ച് അടുക്കാൻ നോക്കുമ്പോ ചെറിയ മകൻ മുഹമ്മദ് പറഞ്ഞു, എന്റെ സഹോദരനെ ഒന്നും ചെയ്യില്ല, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ ഉപ്പാനെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാവിനെയെങ്കിലും പോയിട്ട് കാണാൻ ഞങ്ങൾക്ക് അനുമതി തന്നൂടെ എന്ന് പറഞ്ഞപ്പോ അവന്റെ തലയും വെട്ടി ആ വൃത്തികെട്ട അബ്ദുള്ള വെട്ടിട്ട് ആ പിഞ്ചു മോൻ മുഹമ്മദ് പറഞ്ഞു, ഇനി എന്റെ തലയും നിങ്ങൾ വെട്ടണം, എന്റെ തലയും നിങ്ങൾ വെട്ടണം. ഞാൻ അവന്റെ കൈപ്പിടിച്ചിട്ടാണ് കൂഫയിലേക്ക് വന്നത്. എന്നിട്ട് നിങ്ങൾ നാളെ മൈസറയിലേക്ക് വരണം, ഊരി പിടിച്ച പാലുമായിട്ട് നിങ്ങൾ നാളെ മൈസറയിലേക്ക് വരണം, നിങ്ങൾക്ക് എതിരായി സാക്ഷി പറയാൻ ഞങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ ഉടനെ അവന്റെ തലയും വെട്ടിക്കലഞ്ഞു ആ വൃത്തികെട്ടവൻ. എന്നിട്ട് അതാ രണ്ട് മക്കളെ തല എടുത്തു കൊണ്ടുപോയിട്ട് ഉബൈദിന്റെ മുന്നിൽ അവൻ വെച്ചപ്പോ ആണെങ്കിലും ഉബൈദ് പറഞ്ഞു, ഞാൻ മക്കളെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, കരളല്ലേ കൊണ്ടുവരണ പറഞ്ഞത്, നിനവല്ലേ നേരും ആ തുണിവാർന്ന തലകൾ പൂവിളിമാരിൽ കണ്ടപ്പോൾ കമറും വിതുമ്പി വന്നില്ലേ, കരളല്ലേ കനിയല്ലേ കനിവിന്നൂറാവല്ലേ നിനവല്ലേ പൊരുളല്ലേ നേരും നേ, ഇനിയില്ല കാണാനീ പിഞ്ചു പൈതങ്ങളെ കരളായ മാതാവിനിമേലില്ലേ, കരളല്ലേ കനിയല്ലേ കനിവിന്നൂറാവല്ലേ നിനവല്ലേ പൊരുളല്ലേ നേരും നേ. അതെ, അപ്പോഴാണ് ഈ മുസ്ലിം ബനാഹി എഴുതിയ കത്ത് മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു കിട്ടുന്നത്. ഹുസൈൻ ഓതുമ്പോൾ നല്ല വിവരമാണ്, കൂഫക്കാർ നമ്മുടെ ഭാഗത്താണ്. ഈ വിവരം ഒന്നും അറിയില്ല ഹുസൈൻ തന്റെ ഭാര്യയായ ഷഹർബാനോട് പറഞ്ഞു, ഷഹറു, ഞങ്ങൾക്ക് കൂഫയിലേക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂഫയിലേക്ക് പുറപ്പെട്ടു. കുറെ വെയിലിന്നതിനാൽ അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുഹറം 1 ദിവസം അതാ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടെന്റ് കെട്ടി മഹാനായ ഹുസൈൻ. അപ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന കൂഫയുടെ ആൾക്കാർ മക്കയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവർ വന്നിട്ട് ചോദിച്ചു, ഹുസൈൻ, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? പറഞ്ഞു, ഞങ്ങൾ കൂഫയിലേക്കാണ്. അപ്പൊ ചോദിച്ചു, എന്തിനാണ് കൂഫയിലേക്ക് നിങ്ങൾ പോവണ്ട? അപ്പൊ പറഞ്ഞു, ഞാൻ മുസ്ലിമിന്റെ കത്ത് കെട്ടിട്ടാണ് വന്നത്.
ഇപ്പൊ നിങ്ങൾക്ക് കത്തെഴുതിയ മുസ്ലിം ജീവനോടില്ല. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അപ്പൊ ചോദിച്ചു, അങ്ങൊന്നും അറിയില്ലേ? വന്യാ ഹുസൈനോരിൽ പോകല്ലേ കൂഫയ്ക്ക്, വഞ്ചിക്കും അവരാതിൽ ഇല്ല ശക്ക്. വിവരം അറിയാനായുള്ള മുസ്ലിമെ വഞ്ചകർ നിർഭയം കൊന്നു അത്രേ. വന്യാ ഹുസൈനോരിൽ പോകല്ലേ കൂഫയ്ക്ക്, വഞ്ചിക്കും അവരാതിൽ ഇല്ല ശക്ക്. വിവരം അറിയാനായുള്ള മുസ്ലിമെ വഞ്ചകർ നിർഭയം കൊന്നു അത്രേ. അതെ, നിങ്ങൾക്ക് കത്തെഴുതിയ മുസ്ലിം ഇപ്പോ ജീവനോടില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകരുത്, നിങ്ങൾ കൂഫയിലേക്ക് പോകരുത്. അപ്പൊ ചോദിച്ചു, ആ 2 മക്കളുണ്ടായിരുന്നു, അവരെവിടെ? അപ്പൊ പറഞ്ഞു, ആ വൃത്തികെട്ടവർ അവന്റെ തലയും എടുത്തു കളഞ്ഞു. നേരെ ഉള്ളിലേക്ക് പോയി ഹുസൈൻ റളിയല്ലാഹുവിന്റെ ചെറിയ പൊന്നുമോൻ അലി അസ്ഗർ എന്ന 1.5 വയസ്സുള്ള പൊന്നുമോൻ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചിട്ട് കിടക്കുകയാണ്. വിളിച്ചു വന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ അസ്ഗറാണ്, ഇവനെ പോലെയാണ് എനിക്ക് 2 മക്കൾ. അവരെ കൊന്നിട്ട് ഞാൻ മദീനത്തിലേക്ക് പോയിട്ട് ഒളിച്ചിരിക്കണമെന്നാണോ പറയുന്നത്? അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, ഇനി പുറപ്പെട്ടോളൂ, സമയമില്ല എന്ന്. കുറെ മുന്നോട്ട് പോയപ്പോൾ അതാ അവരുടെ ഒട്ടകം അവിടെ നിന്ന് താഴ്ത്തിരുന്നു. എന്ത് ചെയ്താലും ആ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. അടിച്ചിട്ട് നോക്കി, വലിച്ചിട്ട് നോക്കി, എന്നിട്ടും ആ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്ത മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് എടുത്തോണ്ട് വന്നിട്ട് അവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരിട്ട് നോക്കി, 2ഉം ഒരേ മണ്ണാണ്. സഹോദരനും അബ്ബാസിനോട് ചോദിച്ചു, ഈ അബ്ബാസ് ഇതൊന്ന് നോക്ക്. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, 2ഉം ഒരേ മണ്ണല്ലേ? അല്ല, ഇത് 2ഉം ഒരേ മണ്ണല്ല, ഇത് ഇവിടെ നിന്ന് വാരിയതാണ്. പക്ഷെ ഇത് നസറുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ മണ്ണാണ്. ആ മണ്ണും ഈ മണ്ണും ഒന്നാണെങ്കിൽ ഇത് കർബലയാണ്. കർബല, വേദനയും പ്രതിസന്ധിയും നിറഞ്ഞ മണ്ണ്. ഇവിടെ നബി കുടുംബത്തിന്റെ തല അറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ടെന്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോ അവർ വഴിയിൽ ഭക്ഷണം കഴിക്കാതെ ഇരുന്നപ്പോ കൂഫക്കാരെ സ്വീകരണം ഉണ്ടാകുമെന്ന് കാത്തിരിപ്പിച്ച ഹുസൈൻ ഭക്ഷണം എടുത്തോണ്ട് വന്നിട്ടില്ല. ഭക്ഷണമെല്ലാം തീർന്നുപോയി. 9 ദിവസങ്ങളോളം അവിടെ വരുന്നു, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ താഴെയാണ് അവരുടെ താമസം. അവസാനം അബ്ബാസ് റളിയല്ലാഹു അൻഹു വെള്ളമെടുക്കാൻ വേണ്ടി പോയപ്പോ ആ വൃത്തികെട്ടവർ കൊന്നുകളഞ്ഞു അബ്ബാസിനെ. എന്നിട്ട് ഉള്ളിലേക്ക് വരുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ചമുണ്ട്. അയാളുടെ മൂത്ത മകൻ സൈനുൽ ആബിദീൻ തങ്ങളാണ്, പണി പിടിച്ച് കിടക്കാണ്. പക്ഷേ മറ്റൊരു മകൻ 18 വയസ്സുള്ള അലി അക്ബർ എന്ന് പേരുള്ള ഒരു മകൻ ദുൽദുൽ കുതിരയുമായിട്ട് ഊരി പിടിച്ച സുൽഫുഖാർ വാളുമായിട്ട് കുതിരയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ രക്തക്കലത്തിലേക്ക് ഇറങ്ങാണ്, എനിക്ക് നിങ്ങൾ സമ്മതം തരണം, ഞാനിതാ യുദ്ധത്തിലേക്ക് പോവാണ്. അപ്പൊ ഉമ്മ ചോദിച്ചു, ഞാൻ നിന്റെ എങ്ങനെയാണ് രക്തകലത്തിലേക്ക് പറഞ്ഞു വിടുന്നത്? അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ അള്ളാഹുവിന്റെ വിധി, അലി അക്ബർ യുദ്ധത്തിൽ പോയി മരിച്ചു വീഴാനാണെങ്കിൽ അതിനെ തടക്കാൻ എന്റെ ഷഹറിന് പറ്റുവോ? ഇല്ല. അതുകൊണ്ട് പിതാവ് എന്ന നിലയിൽ ഞാൻ, എന്റെ കാൽ പെട്ട മാതാവ് എന്ന നിലയിൽ നീ അവനക്ക് സമ്മതം കൊടുക്കണം എന്ന് പറഞ്ഞ് ആ പൊന്നുമകന്റെ താഴെ ഇരുത്തിട്ട് മുഖത്തേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, മോനെ, യുദ്ധക്കളത്തിലേക്ക് പോയി വാ. ഇതുവരെ ഒരു ചരിത്രത്തിലും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. 18 വയസ്സുള്ള പിഞ്ചുമോ ആ ഉമ്മ യുദ്ധക്കളത്തിലേക്ക് കടന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗ്ഗത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞ് ആ പൊന്നുമോൻ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു സംഭവം ഒരു ചരിത്രത്തിലും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആഹദോണ്ടെ സുവർഗത്തിൽ ചേർന്നിടാ എന്ന് അതാ അലി അക്ബർ പോയിട്ട്
82 പേരെ കൊന്നിട്ട് താഴെ ഇട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. 9 ദിവസങ്ങളോളമായിട്ട് ആ അലി അക്ബർ ഒന്നും കുടിച്ചിട്ടില്ല, ഒന്നും തിന്നിട്ടില്ല. എന്നിട്ട് ദുൽദുൽ കുതിരയുമായിട്ട് പോയി അവൻ പറഞ്ഞു, എന്റെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകില്ല, പക്ഷേ ഞാനിരിക്കുന്ന കുതിര, എന്റെ കയ്യിലിരിക്കുന്ന വാഴ് ബദറും ഉഹുദും ഖന്ദഖും ഹൈബറും താണ്ടിയതാണ്. ഇത് അലി ഇബ്നു അബി ത്വാലിബിന്റെ വാളാണ്, കുതിരയാണ് എന്ന് പറഞ്ഞ് അവസാനമായിട്ട് താഴെ വീണു അലി അക്ബർ. താഴെ വീണിട്ട് ശമർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ മുകളിലേക്ക് ശവലത്തെ ഏർക്കുമ്പോൾ വെട്ടിമുറിച്ചു. 2 കൈകളെയും വെട്ടിമുറിച്ചപ്പോ അപ്പുറത്തിരിക്കുന്നു വലിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാന്റെ പേരക്കുട്ടിയല്ലേടാ, എന്ത് വൃത്തികേടാണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ആ ശവലം എടുത്തുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് കയറ്റി. എന്നിട്ട് അലി ഇബ്നു അക്ബറിന്റെ 2 കൈകളും 2 കാലുകളും തലയും വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്ന് താഴെ കൽത്ത് എടുക്കുമ്പോൾ കൈ താഴെ എടുക്കുമ്പോൾ കാൽ താഴെ എന്ന് പറഞ്ഞിട്ട് ആ പൊണ്ണുമോൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ വെച്ചിട്ട് 1.5 വയസ്സുള്ള പിഞ്ചു മോൻ അലി അസ്ഗർ എന്ന 1.5 വയസ്സുള്ള പിഞ്ചു മോൻ 9.5 മാസം 9 ദിവസങ്ങളോളായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. അതിന് വേണ്ടി ഷഹർ പറഞ്ഞു, ഈ മക്കളെ കൊണ്ടുപോയിട്ട് അവരെ മുന്നിൽ നിങ്ങൾ കാണിച്ചിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ചോദിക്കണം. 9 ദിവസങ്ങളോളം വെള്ളം കുടിക്കാത്ത ഷഹർവാനിന്റെ മുലപ്പാലിൽ എവിടെ പാല് എന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ പോയിട്ട് ചോദിച്ചു, ഉബൈദേ, അമ്രേ, നിങ്ങൾക്കുമില്ലേ ഇങ്ങനത്തെ കുട്ടികൾ? അവരെ ഓർത്തിട്ടെങ്കിലും ഇവനക്ക് നിങ്ങൾ വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അവർ എന്തോ ഒന്ന് സംസാരത്തിലായിരുന്നു. പക്ഷേ മറുഭാഗത്തിലിരിക്കുന്ന ശമർ ഒരു വാഴിങ്ങനെ താഴ്ത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ വായിലേക്ക്. 1.5 വയസ്സുള്ള പിഞ്ചു മോനിന്റെ വായിലേക്ക് അവൻ അമ്പ് വിട്ട് കളഞ്ഞു. നേരെ പോയിട്ട് ആ കുഞ്ഞിന്റെ വായിലേക്ക് തറച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കേട്ടി. ചോരൽ കുളിച്ചിയ പൊണ്ണുമോൻ എങ്ങനെ ആ ഷഹറിന്റെ കയ്യിൽ പോയിട്ട് ഇത് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ച് അങ്ങനെ തന്നെ ഡ്രസ്സിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി കൊടുത്തു. എന്നിട്ട് പിന്നെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതാ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്നത്. ഉദിച്ചു കൽബിൽ പൊൻ ഹുസൈനിൻ സുരൂരാഗാമേ, ഉദിമതിയായി കോരി വാർത്ത അവർ വിധാമേ, കർബലായിൽ വന്നു ചേർന്ന ഇനാമധൂമേ, കരളകം ഷഹീദിനായി ഒരു. The Global IT team help ensure our medicines reach our patients. കുടുംബത്തിൽ പിരഞ്ഞുകൊണ്ടവരുടെ ചരിതം കുതിച്ചിട്ട് മരണത്തിൽ ഇവിടെയും സ്വാഗതം. ഉലമതിലാണോ ഗഹനമിതാണോ ഇക്കാന് ഞങ്ങൾ വഞ്ചിച്ച് തീരാനായി. ഉദിച്ചു കൽബിൽ പൊൻ ഹുസൈനിൻ സുരൂരാഗാമേ, ഉദിമതിയായി കോരി വാർത്ത അവർ വിധാമേ. അവസാനമായിട്ട് എല്ലാ 200ഓളം അമ്പുകൾ വിട്ടിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ മുഴുവനും രക്തത്തിൽ മുഴുങ്ങി. അവസാനമായിട്ട് ഒരു അമ്പ് വന്നിട്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ നെറ്റിയുടെ ഉള്ളിൽ പോയിട്ട് ബാക്കിൽ ഇങ്ങനെ പുറത്തേക്ക് വന്നു. എന്നിട്ട് അവസാനമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് വെള്ളിയാഴ്ച ഉച്ചമാണ്, എനിക്ക് ളുഹുർ നിസ്കരിക്കണമെന്ന് പറഞ്ഞ് തയമ്മും എടുത്തുകൊണ്ട് അവിടെ നിസ്കരിക്കുമ്പോ 2ാമത്തെ സുജൂദിലാണ് ഹുസൈൻ. വിളിച്ചു വരൂ ഹുസൈൻ റളിയല്ലാഹു അൻഹു സുജൂദിലാണ്. എഴുന്നേറ്റാൽ എല്ലാവരുടെ കൊന്നുകളയുമെന്ന് വിചാരിച്ച് സുജൂദിൽ തന്നെ കഴുത്ത് വെട്ടിമുറിച്ചു. പ്രിയപ്പെട്ടവരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖത്തർ വിളിച്ചു വരൂ അവർ ചതിച്ചിട്ട് കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ,
ഇതുവരെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കർബല ചരിത്രത്തെ പോലെ ഏത് ചരിത്രവും നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല. രണ്ട് മുസ്ലിമീങ്ങൾക്ക് അലി പുലി തങ്ങളെ പൊന്നുമകൻ അവർ പോയി കിടന്നല്ലോ. അലി പുലി തങ്ങളെ പൊന്നുമകൻ അവർ പോയി കിടന്നല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥയെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.